പ്രശസ്ത കഥാകൃത്ത് അക്ബർ കക്കട്ടിലിൻ്റെ കഥ ഏട് മാഷ്. അവതരണം AP അക്ഷയകുമാർ. പുസ്തക സഞ്ചിയും തോളിലിട്ട് തന്ന് സ്കൂളിലേക്ക് അയക്കുമ്പോൾ അമ്മ തലയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞനന്ത, ഗുരുനാഥന്മാരെന്ന് വെച്ചാൽ കാണപ്പെടുന്ന ദൈവങ്ങളാ. പഠിപ്പിക്കുന്നവർ പറയുന്നത് പോലെയൊക്കെ കേട്ട് നടക്കണേ. 1-ാം ക്ലാസ്സിൽ കൃഷ്ണൻ മാഷായിരുന്നു എൻ്റെ ദൈവം. എല്ലാവരും വിളിക്കുന്നത് കേട്ട് ദൈവത്തെ ഞാനും സർ എന്ന് വിളിച്ചു. എനിക്ക് ലോകത്തിൽ ഏറ്റവും വലിയ ആൾ കൃഷ്ണൻ മാഷായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എൻ്റെ ദൈവം മറ്റൊരാളെ സർ എന്ന് വിളിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ അത്ഭുതത്തോടെ ദൈവത്തെ നോക്കി. ഇതാരപ്പാ? അതാരാ? എൻ്റെ കൂടെ പഠിച്ചിരുന്ന തെക്കേതിലെ ബാബുവിനോട് ഞാൻ സ്വകാര്യം ചോദിച്ചു. ഉയ് എൻ്റെ കുഞ്ഞിമോനെ, എനിക്ക് അറിഞ്ഞൂടെ, അത് നമ്മളെ കേളുമാഷല്ലേ, ഏടുമാഷ്. അവൻ്റെ അവതരണം കേട്ട് ഞാൻ പേടിച്ചു പോയി. എന്തൊരു തെറ്റാണ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേളുമാഷ മനസ്സിലാകാത്ത മണ്ടൻ, മടുമണ്ടൻ. കൃഷ്ണൻ മാഷ് പോലും പേടിക്കുന്ന ഒരു കേളുമാഷാവണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഉദിച്ചത് അന്നാണ്. ഞാൻ 4-ാം തരം പാസ്സായി. ഒരു പുതിയ സ്കൂളിൽ 5-ാം തരത്തിൽ ചേർന്നു. അവിടെ കേളുമാഷ് ഒരു പിള്ളമാഷായിരുന്നു. നിങ്ങൾ ഏടുമാഷ മുറിൻ്റെ അടുത്തൊന്നും പോയി ഇടങ്ങാറാക്കരുതേ, ഞങ്ങളെ കളിക്കാൻ വിടുന്ന ദൈവങ്ങളെല്ലാം പറയും. പിള്ളമാഷയെയും എല്ലാവരും ബഹുമാനിക്കുന്നത് ഞാൻ കൗതുകത്തോടെ നോക്കി. ആയിടെയാണ് ഒരു ദിവസം ബാബുവിൻ്റെ കൂടെ അവൻ്റെ ഏട്ടൻ പിള്ളമാഷെ കാണാൻ സ്കൂളിൽ വന്നത്. അന്നത്തെ പിള്ളമാഷ് രാമൻ മാഷായിരുന്നു. അതിനാൽ ബാബുവിൻ്റെ ഏട്ടൻ മടങ്ങിപ്പോയി. അയാൾ പിറ്റേന്ന് വന്ന് പിള്ളമാഷെ തന്നെ കണ്ടു. എന്തിനാ ഏട്ടൻ വന്നത്? ഞാൻ ബാബുവിനോട് ചോദിച്ചു. അത് ഏട്ടൻ ജനിച്ച തീയതി എഴുതി വാങ്ങാനാ, വോട്ട് ചെയ്യാൻ. അതെന്താ അച്ഛനമ്മയ്ക്കൊന്നും അറിഞ്ഞൂടെ? ഉയ്യൻ്റെ കുഞ്ഞുമോനെ, എനിക്കൊന്നും അറിഞ്ഞൂടെ. നമ്മളെ പെറ്റ ദിവസം അവർ തന്നെ എഴുതണോ? അല്ലെങ്കിൽ ആരും നേരാക്കൂല. ഞാനന്ന് മൂക്കത്ത് വിരൽ വെച്ചു. എന്നാ പിന്നെ അത് രാമൻ മാഷ് എഴുതിയാൽ പോരെ? ഇഞ്ഞെന്തോന്നാ പറയുന്നത്? മറ്റൊരു പേരായിട്ട് ഓരൊക്കെ അസരമേൽ വെറുതെ കുത്തിരിക്കുന്നതല്ലേ. എനിക്ക് വാക്കുകളില്ലായിരുന്നു. ദേവാദിദേവൻ തന്നെ. അന്നാണ് ഏടുമാഷാവണമെന്ന ആഗ്രഹം എന്നിൽ പ്രബലപ്പെട്ടത്. ഏടുമാഷയ്ക്ക് മേലെ ഏയ്യോനും ഏയ്യോനു മേലെ ഡിയോനുമെല്ലാം ഉണ്ടെന്ന് ക്രമേണ ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിലും ഏടുമാഷാകണമെന്ന ആഗ്രഹത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. ഏയ്യോനും ഡിയോനുമെല്ലാം ഏതെങ്കിലും ദിവസങ്ങളിലല്ലേ ആളാകാൻ പറ്റൂ. ഏടുമാഷാവാൻ ആദ്യം വെറും മാഷാവണമെന്ന് ബാബു പറഞ്ഞതു മുതൽ ആദ്യം വെറും മാഷായി എൻ്റെ ഉന്നം. ഞാൻ 10-ാം ക്ലാസ് പാസ്സായെങ്കിലും വീട്ടിലെ കഷ്ടസ്ഥിതി കൊണ്ട് പഠിപ്പ് നിർത്തി. ബാബു പഠിച്ച് മാഷായി. എൻ്റെ നഷ്ടസ്വപ്നങ്ങളുടെ ഓർമ്മകളുമായി ഞാൻ ഒരു ദിവസം ബാബുവിനോട് ചോദിച്ചു, ആരാ നിങ്ങളെ ഹെഡ്മാഷ്? അവൻ പറഞ്ഞ പേര് ഞാൻ അസൂയയോടെ കേട്ടു. ആളെങ്ങനെ? എൻ്റെ കുഞ്ഞിമോനെ, വെറും കഞ്ഞ. സ്റ്റേണായി ഒരു സ്റ്റാൻഡ് എന്ന് പറയണത് തന്നെ മൂപ്പർക്കില്ല. ഇക്കാലത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ നടക്കുമോ? എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ദിവസം സ്കൂൾ വരികയില്ല. അന്ന് ആ പാവം ഫസ്റ്റ് അസിസ്റ്റൻ്റ് സ്വീപ്പാവുക. ഞാൻ ബാബുവിനെ വിഷമത്തോടെ നോക്കി. എന്നാൽ ഒരു കാര്യത്തിൽ ആൾ ഉഷാറാ. സ്പെഷ്യൽ ഫീസ് നല്ലോണം തട്ടും. കമ്മീഷനാണെങ്കിൽ അതിൻ്റെ കൊയ്ത്ത. കോമ്പോസിഷൻ ബുക്കിനൊക്കെ എത്രയാണെന്നറിയോ? ഇഞ്ഞെന്താ പറയുന്നത്? ലൈബ്രറിക്കും ലാബറട്ടറിക്കും സ്പോർട്സിനുമെല്ലാം സാധനം എടുക്കാൻ പോകുമ്പോൾ എന്താ പൈസ. പിന്നെ ഓൺ ഡ്യൂട്ടിയിലാന്ന് പറഞ്ഞ് പറമ്പിൽ പോയി പണി പഠിപ്പിക്കാം. അയാൾ വിചാരിക്കുന്നത് നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ലെന്നാ. ഞാൻ അന്തം വിട്ട് കേട്ടിരിക്കുകയായിരുന്നു. എല്ലാ മാഷന്മാരും ഇങ്ങനെയാ? അറിയാതെ ചോദിച്ചുപോയി. ഏയ്, എന്തായാലും എനിക്കിനി ഹെഡ്മാഷാകാനാവില്ലല്ലോ എന്ന് ഞാൻ ദുഃഖിച്ചു.
കാലം കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്കൂളിൽ പ്യൂണായി. ബാബു പറഞ്ഞ ഹെഡ്മാഷയുടെ കറുത്ത ചിത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ എൻ്റെ ഹെഡ്മാഷ് ശാന്തനും പ്രാപ്തനുമായ ഒരു നല്ല മനുഷ്യനായിരുന്നു. ഹെഡ്മാഷാവാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്യൂണാവാൻ കഴിഞ്ഞല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. ബാബു പറഞ്ഞ ഹെഡ്മാഷന്മാരുടെ ദുശീലങ്ങളെക്കുറിച്ച് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ശരിയാ ആനന്ദ, ഞങ്ങളെ കൂട്ടത്തിലുമുണ്ട് കുറേ നാറികൾ. അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ആ വ്യക്തിത്വത്തോട് എനിക്ക് മതിപ്പ് തോന്നി. പക്ഷെ ഒന്നുണ്ടേ, മാഷ് കൂട്ടിച്ചേർത്തു, അവർക്കും സ്വസ്ഥത എന്ന് പറയണമൊന്നും ഉണ്ടാവില്ല. അതല്ലേ കാലം. പിന്നെ കിട്ടണത് പോരട്ടെ എന്ന് കരുതും. ആ കാലത്താണ് ഒരു ഹെഡ്മാഷ് എന്തെന്ന് ഞാൻ അറിഞ്ഞത്. എല്ലാ വിഭാഗങ്ങളിലുമായി 50ഓളം സ്റ്റാഫുള്ളതായിരുന്നു ഞങ്ങളുടെ സ്കൂൾ. 50 പേരും 50 ടൈപ്പ്. ഇവരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ പാട്. അധ്യാപകന്മാരെക്കാൾ അധ്യാപകന്മാരായിരുന്നു സ്കൂളിൽ കൂടുതൽ. അധ്യാപകന്മാരാരും ടീച്ചിങ് നോട്ട് എഴുതില്ല, സമയത്ത് എത്തില്ല, വരില്ലെങ്കിൽ ലീവ് ലെറ്റർ യഥാസമയം കൊടുത്തയക്കില്ല, വന്നാലോ കൃത്യമായി ക്ലാസ്സിൽ പോവില്ല, സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക് തൃപ്തികരമായി ചെയ്യില്ല, കുട്ടികളുടെ നോട്ട്സ് കറക്റ്റ് ചെയ്യില്ല. ഹെഡ്മാഷ് സ്ട്രിക്റ്റ് ആക്കിയാൽ വലിയ കലക്ടർ, ലൂസാക്കിയാലോ കഞ്ഞി. ഇവരെ വെച്ച് വേണം 1000ഓളം കുട്ടി സർപ്പങ്ങളെ മെരുക്കി കൂട്ടിൽ കയറ്റാൻ. വല്ലാത്ത ദുരിതം തന്നെ. ഒരു സമരകാലത്താണ് അതുണ്ടായത്. അനന്ത! പെട്ടെന്ന് ഹെഡ്മാസ്റ്റേഴ്സ് റൂമിൽ നിന്ന് ഒരു വിളി ഉയർന്നു. കോളിംഗ് ബെല്ലിന് പകരം മാഷ് നേരിട്ട് വിളിച്ചത് എന്താണ്? നേരത്തെ കുട്ടികൾ വട്ടം കൂടി നിന്ന് സംസാരിക്കുന്നത് കണ്ടിരുന്നു. ഒരു ലേഡി ടീച്ചറുടെ സാരിത്തുമ്പ് ബ്ലേഡ് വെച്ച് മുറിച്ചതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പയ്യനെ തിരിച്ചെടുക്കുകയാണ് ആവശ്യം. പ്രശ്നത്തിൽ കുട്ടികൾ 2 ചേരിയിലാണ്, രക്ഷാകർത്തൃ സമിതി 2 ചേരിയിലാണ്, മാഷന്മാരും 2 ചേരിയിൽ. ഞാൻ ഓടിച്ചെന്നപ്പോൾ ഹെഡ്മാഷ് ചോരയിൽ കുളിച്ച് കസാരയിൽ ചാരിക്കിടക്കുന്നു. ഒരു കൈകൊണ്ട് മറ്റേ കൈത്തണ്ട അമർത്തി പിടിച്ചിട്ടുണ്ട്. ആനന്ദ, ഒരു കുട്ടി മറ്റേ കുട്ടിയെ കത്തിയെടുത്ത് കുത്താൻ ശ്രമിക്കുമ്പോൾ ഞാൻ തടുത്തതാ. എൻ്റെ മുമ്പിൽ വെച്ച് എങ്ങനെയാ കണ്ടു നിൽക്കുക? എൻ്റെ മുണ്ടിൻ്റെ അറ്റം പിച്ച് ചീന്തി ഞാൻ മാഷയുടെ കൈ കെട്ടുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഒരു കൈത്തറ്റാ, തെറ്റിയ അവരെന്നെ. അതുണ്ടായില്ലല്ലോ എന്നാണ് എൻ്റെ സമാധാനം. ഹെഡ്മാഷ് സ്വയം ആശ്വസിച്ചു. ഇതിനകം മാഷന്മാരെല്ലാം മുറിയിലെത്തിക്കഴിഞ്ഞു. സ്ഫോടകമായ നിമിഷങ്ങൾ. ആരെല്ലാമോ തല്ലുണ്ടാക്കിയ പിള്ളേരെ നോക്കിപ്പോയി. ഇനി ഒരു കൊല്ലം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ ഈ മുൾക്കിരീടം ഒന്ന് അഴിച്ചു വയ്ക്കാമായിരുന്നു. ഹെഡ്മാഷ് ആരോടെന്നില്ലാതെ പറഞ്ഞു. ദയനീയമായിരുന്നു ആ ഭാവവും ശബ്ദവും. അപ്പോൾ ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയി, ഈശ്വര, അടുത്ത ജന്മത്തിൽ പോലും എന്നെ ഒരു ഏടുമാഷാക്കരുതേ.